സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് താങ്ങുവില 10 രൂപ ഉയർത്തിയെങ്കിലും ആശ്വാസത്തിലല്ല റബ്ബർ കർഷകർ. താങ്ങുവില 10 രൂപ ഉയർത്തി 180 രൂപയായാലും വില പര്യാപ്തമല്ലെന്നാണ് കർഷകർ പറയുന്നത്. ഉൽപാദന ചെലവ് കൂടി പരിഗണിച്ച് താങ്ങുവില മിനിമം 200 രൂപയെങ്കിലും ആക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോണാണ് കോട്ടയത്ത് നിന്ന്. ടോബി, 250 രൂപ റബ്ബറിന്റെ താങ്ങുവിലയായി ഉയർത്തുമെന്നായിരുന്നു സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്. എന്തായാലും ഇപ്പോൾ അത് 180 രൂപയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ അത് 200 രൂപയെങ്കിലും ആക്കണം എന്ന ആവശ്യമാണല്ലോ റബ്ബർ കർഷകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സംതൃപ്തരാണ് ഈ പ്രഖ്യാപനത്തിൽ റബ്ബർ കർഷകർ? റബ്ബർ കർഷകർക്ക് ഒരു നേരിയ ആശ്വാസമാണ് എന്തായാലും സംസ്ഥാന ബജറ്റിൽ നിന്നും ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് നമുക്കിപ്പോൾ കർഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 10 രൂപ താങ്ങുവിലയിൽ വർദ്ധിപ്പിച്ചത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും തന്നെ, പ്രഖ്യാപനങ്ങളൊന്നും തന്നെ റബ്ബർ മേഖലയ്ക്കില്ല. എന്തായാലും വലിയൊരു ആവശ്യമായിരുന്നു കർഷകരുടെ ഈ ഉൽപാദന ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ താങ്ങുവില അടക്കം വർദ്ധിപ്പിക്കണം, അത് 250 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യമായിരുന്നു കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും 10 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം കർഷകർ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ 10 രൂപ മതിയാകുമോ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ? ഒരു തരത്തിലും ഒക്കെയില്ല, ഒരു തരത്തിലും എത്തിപ്പിടിക്കില്ല. ഇപ്പോഴത്തെ കൂലിച്ചെലവും ദൈനംദിന ബാക്കി ഇതിന്റെ പ്രശ്നം ഉണ്ടാകുന്ന ചെലവെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു തരത്തിലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയല്ല. കേന്ദ്ര ബജറ്റിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ സംസ്ഥാന ബജറ്റിൽ ഈ 10 രൂപയുടെ ഒരു വർധനവ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് യഥാർത്ഥ കർഷകർക്ക്, ഇപ്പൊ റബ്ബർ കർഷകർക്ക് ഈ ഒരു ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? കേന്ദ്ര ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ കേരള ബഡ്ജറ്റിൽ 250 രൂപ ബേസിക് ഇടുമെന്ന്, താങ്ങുവില ഇടുമെന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് വരാതെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു കാരണവശാലും നമുക്ക് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന് അത്രയും അതിന്റെ ലേബറും അതിന്റെ വളങ്ങളും തിരിച്ചടി ഇതെല്ലാം കൂടെ വരുമ്പോൾ അത് റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അറിയാം കൃത്യമായിട്ട്. അവർക്കറിയാം, അവരതൊക്കെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. ഈ പലരും ഈ റബ്ബർ കൃഷിയിൽ നിന്ന് ഇപ്പോൾ പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടില്ലേ? ഇപ്പൊ താങ്കളുടെ കാര്യം തന്നെ. തീർച്ചയായും ഞാൻ തന്നെ എന്റെ തോട്ടം വെട്ടിക്കഴിഞ്ഞ റംബൂട്ടാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഈ വെച്ച് പിടിപ്പിച്ച് നമ്മൾ 7 വർഷക്കാലം നോക്കിയിരുന്നേച്ചേ ഇങ്ങനെ വരുമ്പോൾ ഒരു വിലയില്ലാത്ത നമ്മളെ കൊണ്ട് തന്നെത്താൻ ചെയ്യാൻ മേലാത്ത അവസ്ഥയായി പോയി. ഒരു കൂലിക്കാരനെ കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ അവന് ഭീമമായ അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒരു തരത്തിലും പറ്റുകയില്ല. ഞാനൊക്കെയാണ് തന്നെ റബ്ബർ വെട്ടിച്ച് ഞങ്ങൾ റംബൂട്ടാൻ വെച്ചിരിക്കുകയാണ്. ഒരു 200 രൂപയ്ക്ക് മേളിലെങ്കിലും ആകേണ്ടത്. 200 രൂപയുടെ മേളിൽ 250 രൂപ വിലയെങ്കിലും കുറഞ്ഞത് കിട്ടിയെങ്കിലും ഇപ്പം കർഷകൻ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത്ര ഉറപ്പായ കാര്യം അത്. കാരണം ഇപ്പോഴത്തെ ഞാൻ ചോദിക്കട്ടെ, വളത്തിന്റെ വില, പണിക്കൂലികൾ, പിന്നെ ടാപ്പിങ്, ഇതിന്റെ എല്ലാ ചെലവുകളെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ഭീമമായ ചെലവാണ്. നമ്മൾ ഈ കർഷകന് കിട്ടുന്ന കപ്പിച്ച കേസ് അതിനകത്ത് വരുള്ളൂ. ഈ മേഖലയിൽ അപ്പം പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് നിന്ന് പോകണ്ടേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക. എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? കടത്തിന്റെ മണ്ട കടം കയറിക്കൊണ്ടിരിക്കുക. മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ. ഈ റബ്ബർ മേഖല പിടിച്ചു നിൽക്കാൻ മേലാത്ത അവസ്ഥ വന്നിരിക്കുക. ഇപ്പൊ എന്തായാലും ഈ കർഷകർ പറയുന്നത് അതാണ്. 250 രൂപയെങ്കിലും ആക്കണമെന്നായിരുന്നു ആവശ്യം. നമ്മൾ കണ്ടതാണ് കേരള കോൺഗ്രസ് അടക്കം ആ 250 രൂപ എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ താൽക്കാലിക ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സർക്കാർ പറയുന്നതിന് കൃത്യമായിട്ട് അവർക്ക് വിശദീകരണം. അവർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വർധനവ് നടപ്പാക്കാൻ സാധിക്കാത്തത്. എന്നാലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് 10 രൂപ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ അത് പര്യാപ്തമല്ല. ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ തുക അല്ലെങ്കിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്.